അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അയ്യുഹത്തുല്ലാബിൽ അഹിബ മർഹബം ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. അൽയൗം നദറുസു ദർസൻ ജദീദൻ വഹാദിഹി ഹിയ തംസീലിയ. എന്താണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്? എന്താണ് തംസീലിയാണ് അല്ലേ. എന്താണ് തംസീലിയ എന്ന് പറഞ്ഞാൽ നാടകം എന്നാണ് കേട്ടോ. ഒരു ഡ്രാമ, ഒരു നാടകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മസ്മുഹാദിഹിൽ തംസീലിയ, എന്താണ് ഈ നാടകത്തിൻ്റെ പേര്? എന്താണ്? ഖത്റാത്തുൻ തൽമഉ എന്നാണ് അല്ലേ. ഖത്റാത്തുൻ തൽമഉ. ഖത്റാത്ത്, എന്താണ് ഖത്റാത്ത് എന്ന് പറഞ്ഞാൽ? തുള്ളികൾ എന്നാണ്. വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ തുള്ളികളാണ്. തൽമഉ തിളങ്ങുന്ന തുള്ളികൾ എന്നാണ് കേട്ടോ. എന്താണ്? തിളങ്ങുന്ന തുള്ളികൾ അല്ലേ. ഇനി അവിടെ അഷ്ഷഖ്സിയാത്ത്, താഴെ നോക്കൂ. അഷ്ഷഖ്സിയാത്ത്, ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ, കഥാപാത്രങ്ങളെയാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, ഒരു നാടകമാവുന്ന സമയത്ത് അതിൽ അഭിനയിക്കുന്ന പല ആളുകളും ഉണ്ടായിരിക്കും അല്ലേ. അവരെയാണ് നമ്മൾ അതിലെ ക്യാരക്ടേഴ്സ് അല്ലേ, അതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ? ഒന്നാമത്തെ നോക്കൂ, അഷ്ഷഖ്സിയത്തുൽ അവൽ അല്ലേ. ഒന്നാമത്തെ ആ ഒരു ക്യാരക്ടർ ആരാണ്? അൽ ഖാലി. ആരാണ്? അൽ ഖാലി. അൽ ഖാലി ജഡ്ജ് എന്നാണ് കേട്ടോ. ഒന്നാമത്തെ ക്യാരക്ടർ ആരാണ്? ജഡ്ജാണ് അല്ലേ. ഉംറുഹു ഖംസൂൻ, അദ്ദേഹത്തിന് എത്ര വയസ്സായിട്ടുണ്ട്? 50 വയസ്സായിട്ടുണ്ട്. ഉംറുഹു ഖംസൂൻ, അപ്പോൾ 50 വയസ്സായിട്ടുള്ളൊരു ജഡ്ജ്. പിന്നെ അൽ മുദ്ദഇ എന്നാണ്. മുദ്ദഇ ആരാണ്? വാദിയാണ് കേട്ടോ. വാദി ആരാണ് ഇവിടുത്തെ വാദിയായിട്ട് വരുന്നത്? ഖത്റത്തുൽ മാ ആണ് അല്ലേ, വെള്ളത്തുള്ളിയാണ്. മൂന്നാമത്തത് ആരാണ്? അൽ മുത്തഹമാണ് അല്ലേ. മുത്തഹം എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രതിയാണ് കേട്ടോ. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി ഉണ്ടാവുമല്ലോ, അദ്ദേഹത്താണ് നമ്മൾ മുത്തഹം എന്ന് പറയുന്നത്. ഷാബൻ, ഒരു യുവാവാണ്. ഉംറുഹു സലാസൂൻ, എത്ര വയസ്സുള്ള? 30 വയസ്സുള്ളൊരു യുവാവാണ് ഇതിലെ പ്രതി എന്ന് പറയുന്നത്. ഷാഹിദുൽ അവൽ, ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ആരാണ്? സുംബൂർ. സുംബൂർ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ടാപ്പ് അല്ലേ, പൈപ്പാണ് എന്ത്? സുംബൂർ എന്ന് പറയുന്നത്. അതാണ് അഷാഹിദുൽ അവലായിട്ട് ഒന്നാമത്തെ സാക്ഷിയായിട്ട് വരുന്നത്. അഷാഹിദു സാനി, രണ്ടാമത്തെ സാക്ഷി ആരാണ്? ക്യാമറ അദ്ദക ഇസ്തിനാഇയാണ് കേട്ടോ. ക്യാമറ ഉണ്ടല്ലോ, ക്യാമറയാണ് രണ്ടാമത്തെ പ്രതിയായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് ആരാണ്? അഷുർത്തി അല്ലേ, പോലീസുകാരനാണ്. ഉംറുഹു അർബഊൻ, അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? 40 വയസ്സുള്ളൊരു പോലീസുകാരനാണ്. പിന്നെ അതിലൊരു ക്യാരക്ടറായിട്ട് വരുന്നത് കേട്ടോ. ഇനി താഴെ നോക്കൂ, നമുക്കൊരു നാടകം തുടങ്ങുന്ന സമയത്ത് വേദി എങ്ങനെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അലൽ മസ്റഹി മഹ്കമത്തുൻ ഫീഹ അൽഖാഅത്തുൽ ഖലാഇയ وكمبيوتر وقاعة الانتظار وغرفة المحامين والمنصة وغيرها. അപ്പോൾ വേദിയിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? മഹ്കമത്ത് കോടതിയാണ് കേട്ടോ. മഹ്കമ എന്ന് പറഞ്ഞാൽ കോടതിയുണ്ട്. ഫീഹ, അതിലെന്തുണ്ട്? അൽഖാഅത്തുൽ ഖലാഇയ, ആ കോടതിയിൽ ആ ഒരു വിധി പറയുന്നൊരു ഹാള് അല്ലെ, വിധി പറയുന്നൊരു ഹാളുണ്ട്, ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നൊരു ഹാള്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. വഖാഅത്തുൽ ഇൻതിലാർ, ഒരു വെയിറ്റിംഗ് ഹാളുണ്ട്, എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹാളുണ്ട്. ഉർഫത്തുൽ മുഹാമീൻ, അതുപോലെ തന്നെ അഡ്വക്കറ്റുമാരുടെ, വക്കീൽമാരുടെ റൂം, അവരിങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിനസ്സ എന്ന് പറഞ്ഞാൽ പ്രതിക്കൂടുകളാണ് കേട്ടോ. വൈറഹ, അതല്ലാത്തത്. നമുക്ക് കോടതിയിൽ ഇങ്ങനെ പ്രതികൾ നിൽക്കുന്ന, വാദികളും പ്രതികളൊക്കെ നിന്ന് സംസാരിക്കുന്ന ഒരു കൂട് പോലെ ഉണ്ടാവുമല്ലോ, അതിനാണ് മിനസ്സോ എന്ന് പറയുന്നത്. ടീച്ചറിന് ചിത്രം കാണിച്ചു തരാം. നോക്കൂ, ഈ ചിത്രത്തിൽ ജഡ്ജി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതുപോലെ തന്നെ വാദിയും പ്രതിയും നിൽക്കുന്ന ആ ഒരു കൂട് കണ്ടല്ലോ, ഇതിനൊക്കെയാണ് മിനസ്സോ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? മിനസ്സത്ത് എന്ന് പറയുന്നത്. ഇനി അവിടെ നോക്കൂ, യജ്ലിസുൽ ഖാലി, അവിടെ ജഡ്ജി ഇരിക്കുന്നുണ്ട് അല്ലേ. അല മിനസ്സത്തുൽ ഖലാ, ആ വിധി പറയുന്ന, ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ, ആ ഒരു സീറ്റിൽ ജഡ്ജി ഇരിക്കുന്നുണ്ട്. വയഖൂമുൽ മുദ്ദഇ വൽ മുത്തഹമു ഫി മിനസ്സത്തുൽ ഷുഹൂദ്, അതുപോലെ തന്നെ വയഖൂമുൽ മുദ്ദഇ, വാദി നിൽക്കുന്നുണ്ട്. വൽ മുത്തഹമു, അതുപോലെ തന്നെ പ്രതിയും നിൽക്കുന്നുണ്ട്. ഫി മിനസ്സത്ത് ഷുഹൂദ്, ഏതിലെ? സാക്ഷിക്കൂട്ടിലെ കേട്ടോ. മിനസ്സത്ത് ഷുഹൂദ് എന്ന് പറഞ്ഞാൽ സാക്ഷിക്കൂട്ടിലാണ്. അപ്പോൾ അവരവിടെയും നിൽക്കുന്നുണ്ട്. ജഡ്ജി എന്ത് ചെയ്യുന്നുണ്ട്? ആ വിധി പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്.
ഇതാണ് നാടകം തുടങ്ങുന്ന സമയത്ത് ആ ഒരു സീനിൽ അല്ലേ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആരൊക്കെയാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്നും അതുപോലെ തന്നെ നാടകം തുടങ്ങുന്ന സമയത്ത് വേദിയിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതും എന്നും അതാണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ നാടകം തുടങ്ങുകയാണ്. നോക്കാം നമുക്ക്. അൽഖാദി ജഡ്ജി ചോദിക്കുകയാണ്, ജിദ്ദിയൻ എന്താണ് വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. മാ ഷിക്കായത്തുക യാ മുദ്ദായി, എന്താണ് നിങ്ങളുടെ പരാതി അല്ലേ. മാ ഷിക്കായത്തുക എന്താണ് നിങ്ങളുടെ പരാതി. യാ മുദ്ദായി എന്താണ് വാദിയെ അല്ലേ, വാദിയോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പരാതി എന്നാണ്. അപ്പോൾ അൽ മുദ്ദായി വാദി പറയാണ്, ഗാളിബൻ കോപത്തോട് കൂടിയിട്ട്, യാ സയ്യിദി ഹാദർ റജുൽ മുബദ്ദിറു ഇസ്ഉജ്നി വയുലവ്വിസ്നി അല്ലേ. നമ്മൾ യാ സയ്യിദ് എന്ന് പറഞ്ഞാൽ സാർ എന്നൊക്കെ പറയില്ല, ഒരർത്ഥത്തിലാണ് കേട്ടോ. ഹാദർ റജുൽ ഈ ഒരു മനുഷ്യൻ അല്ലേ. അൽ മുബദ്ദിർ, മുബദ്ദിർ എന്ന് പറഞ്ഞാൽ ദൂർത്ത് കാണിക്കുന്ന എന്നാണ് കേട്ടോ. ദൂർത്ത് കാണിക്കുന്ന ഈ മനുഷ്യൻ ഇസ്ഉജ്നി എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ഉജ്നി എന്ന് പറഞ്ഞാൽ ഇസ്ഉജു പ്രയാസത്തിലാക്കുക, ബുദ്ധിമുട്ടിലാക്കുക എന്നാണ് കേട്ടോ. നീ എന്ന് പറഞ്ഞാൽ എന്നെ എന്നർത്ഥം. വയുലവ്വിസുനി അതോടൊപ്പം തന്നെ എന്നെ മലിനമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. യുലവ്വിസു മലിനമാക്കുക, നീ എന്നെ മലിനമാക്കുകയും എന്നെ പ്രയാസത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അൽഖാദി ജിജിയൻ ആ സമയത്ത് ജഡ്ജ് വീണ്ടും ഗൗരവത്തിൽ തന്നെ ചോദിക്കുകയാണ്, ഹാദർ റജുലു യുസ്ഉജുക് ഈ മനുഷ്യനാണോ നിന്നെ പ്രയാസത്തിലാക്കിയത്. ഹാദർ റജുൽ ഈ മനുഷ്യൻ യുസ്ഉജുക് നിന്നെ പ്രയാസത്തിലാക്കിയോ. കൈഫ എങ്ങനെയാണ്, ബയ്യൻ നീ വ്യക്തമാക്കുക എന്നാണ് കേട്ടോ. എങ്ങനെയാണ് ഈ മനുഷ്യൻ നിന്നെ പ്രയാസത്തിലാക്കിയത്, നീ അതെന്ത് ചെയ്യും, ഒന്ന് വ്യക്തമാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് പറയൂ എന്നാണ് ജഡ്ജി ചോദിക്കുന്നത്. അൽമുദ്ദായി അപ്പോൾ വാദി പറയാണ്, ഖാലിഅൻ വിനയത്തോട് കൂടിയിട്ട്, ഖാലിഅൻ വിനയാജിതനായിക്കൊണ്ട്, യാ സയ്യിദി അല്ലേ സർ എന്താണ്, ദഅനി ഉബയ്യിൻ, ദഅനി ഉബയ്യിൻ എന്ന് പറഞ്ഞാൽ എന്നെ വിവരിക്കുവാൻ അനുവദിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ദഅനി ഉബയ്യിൻ എന്നെ ഒന്ന് അത് വിവരിക്കുവാൻ അനുവദിക്കൂ എന്നാണ്. കുല്ല വഖത്തിൻ യഫ്തഹു സുംബൂർ, കുല്ല വഖത്തിൻ എല്ലാ സമയവും അല്ലെ, എല്ലാ സമയത്തും യഫ്തഹു അവൻ എന്ത് ചെയ്യുന്നു, തുറന്നിടുന്നു. അസുംബൂർ സുംബൂർ ടാപ്പ് അല്ലെ, എല്ലാ സമയവും അവൻ എന്ത് ചെയ്യുന്നു, ടാപ്പ് പൈപ്പ് തുറന്നിടുന്നു. വഹുവ മശ്ഊലുൻ ബിഅമാലിഹി, വഹുവ മശ്ഊലുൻ അവൻ എന്തായിരിക്കും, തിരക്കിലായിരിക്കും, ബിസി ആയിരിക്കും എന്നാണ്. ബിഅമാലിഹി അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അതായത് ടാപ്പ് തുറന്നിട്ട് കൊണ്ട് വെറുതെ വെള്ളം കളയുക, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ മറ്റു പണികൾ എടുക്കുകയും ചെയ്യുന്നു എന്നാണ് കേട്ടോ. ഫയുരിയഖുനി അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്നെ ഇങ്ങനെ ഒഴുക്കിക്കളയുന്നു എന്നാണ്, വെള്ളം വെറുതെ ഇങ്ങനെ ഒഴുക്കിക്കളയുന്നു എന്നാണ് പറയുന്നത്. ഹുവ ഇസ്മഉ അൽ ആനിയ വയുതാബിഉ വാട്സപ്പ് ഫിൽ ജവാൽ, ഹുവ ഇസ്മഉ അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു, അൽ ആനിയ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, വയുതാബിഉ അതോടൊപ്പം തന്നെ വാട്സപ്പിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, വാട്സപ്പിലും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫിൽ ജവാൽ മൊബൈൽ ഫോണിൽ വാട്സപ്പ് നോക്കിയിരിക്കുക അല്ലെങ്കിൽ പാട്ട് കണ്ടിരിക്കുക. ഈ സമയത്തൊക്കെ എന്താണ്, എന്നെ ഇങ്ങനെ വെറുതെ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്, വാദി പറയുന്നത് കേട്ടോ. അൽഖാലി ജഡ്ജി വീണ്ടും ചോദിക്കുകയാണ്, മുതഅക്കിദൻ ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ശക്തമായിക്കൊണ്ട് ചോദിക്കുകയാണ്, അൻത മുഖിറുൻ ഫി ഇദ്ദിആയിക്, അൻത മുഖിറുൻ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ, ഫി ഇദ്ദിആയിക് നിൻ്റെ ഈ വാദത്തിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അൽമുദ്ദായി വാദി പറയാണ്, നഅം യാ സയ്യിദി അതെ സർ അല്ലേ, അതെ സർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഈ ഒരു പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് ഇതുവരെയുള്ള ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആരാണിവിടെ വാദി എന്ന് പറയുന്നത്, ഒരു വെള്ളത്തുള്ളിയാണ് അല്ലേ. പ്രതി ആരാണ്, വെള്ളം വെറുതെ പാഴാക്കി കളയുന്നൊരു മനുഷ്യനുമാണ് ഇവിടെ പ്രതിയായിട്ട് വരുന്നത്. ഈ വെള്ളത്തുള്ളിയും ഈ മനുഷ്യനെതിരിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് അല്ലേ. വെറുതെ വെള്ളം പാഴാക്കി കളഞ്ഞിട്ട് പാട്ടും കേട്ട് ഫോണിൽ വാട്സപ്പും നോക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം.
അങ്ങനെ വാദി തൻ്റെ ആ ഒരു പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അൽ മുത്തഹം പ്രതി പറയാണ് ജാഹിദൻ അതിനെ നിഷേധിച്ചുകൊണ്ട് എന്നാണ് കേട്ടോ. ജാഹിദൻ അതിനെ നിഷേധിച്ചുകൊണ്ട് ലാ യാ സയ്യിദി അങ്ങനെയല്ല സർ എന്നാണ്. ലായ സെയ്ദി അങ്ങനെയല്ല സർ അല്ലേ. ഹുവ യുബാലിയോ ഫി ഖൗലിഹി ഹുവ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, യുബാലിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിര് കവിയ എന്നാണ് കേട്ടോ. ഫി ഖൗലിഹി അവൻ്റെ ഒരു സംസാരത്തിൽ അതിര് കവിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, അവൻ എന്ത് ചെയ്യാണ്, വെറുതെ ഇങ്ങനെ ധാരാളമായിട്ട് പറയുകയാണ് എന്നാണ് ആര് പറയുന്നത്, പ്രതി പറയുന്നത്. അപ്പോൾ അൽഖാലി ജഡ്ജി പറയാണ് ഓനിബനിൽ മുത്തഹം ആ ഒരു പ്രതിയോട് ഓനിബൻ കോപിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ് ഉസ്മുച്ച് നീ എന്ത് ചെയ്യേ മിണ്ടാതിരിക്കേ, അല്ല ഉസ്മുച്ച് നീ മിണ്ടാതിരിക്കേ, ലാറ്റത്തൊക്കെല്ലാം നീ സംസാരിക്കരുത്, ഹത്തായൂദനലക്ക് നിനക്ക് സംസാരിക്കുവാൻ അനുവാദം കിട്ടുന്നത് വരെ, ലാറ്റത്തൊക്കെല്ലാം നീ സംസാരിക്കരുത്, ഹത്തായൂദനലക്ക് നിനക്ക് അനുവാദം ലഭിക്കുന്നത് വരെ എന്നാണ്. ലിൽമുദ്ദായി എന്നിട്ട് വാദിയോട് പറയാണ് അഖിമിൽ അൻത കലാമക് നീ എന്ത് ചെയ്യേ, അഖിമിൽ നീ പൂർത്തിയാക്ക്, അൻത കലാമക് നിൻ്റെ സംസാരം നീ പൂർത്തിയാക്കുക എന്നാണ് കേട്ടോ. അൽ മുദ്ദായി വീണ്ടും വാദി പറയാണ് അഅ്ലാഉ ഉസ്റതിഹി ഐലൻ യുസിഉജൂനനി അഅ്ലാഉ ഉസ്റതിഹി അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും ഐലൻ വീണ്ടും അവരും എന്ത് ചെയ്തിട്ടുണ്ട്, യുസിഉജൂനനി എന്നെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് കേട്ടോ. യുസിഉജൂന അവരെന്ത് ചെയ്തു, പ്രയാസത്തിലാക്കി നീ എന്നെ എന്നാണ്. അൽ ഖാലി ഇത് കേട്ട സമയത്ത് ജഡ്ജി ചോദിക്കുകയാണ് ഹൽ ലദൈക ഇദ്യാഉൻ മുആരിദ് യാ മുത്തഹം, ഹൽ ലദൈക നിൻ്റെ അടുക്കലുണ്ടോ അല്ലെങ്കിൽ നിനക്കുണ്ടോ എന്നാണ്. ഇദ്യാഉൻ മുആരിദ് ഇതിനെ പ്രതിരോധിക്കുന്ന വാദം, ഇദ്യാ വാദം എന്നാണ്, മുആരിദുൻ ഇതിനെതിരായിട്ടുള്ള എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു കുറ്റം ആരോപിക്കുന്ന സമയത്ത് പ്രതി എന്ത് ചെയ്യണം, അതിനെ നിഷേധിക്കുകയാണ് എങ്കിൽ അതിനെതിരായിട്ട് തെളിവ് കൊടുക്കണം അല്ലേ, അതാണ് ചോദിക്കുന്നത്. യാ മുത്തഹം അല്ലയോ വാദി എന്നാണ് കേട്ടോ. വാദിയോടാണ് ജഡ്ജി ചോദിക്കുന്നത് ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന വല്ല തെളിവുമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മുത്തഹം വാദി പറയാണ്, പ്രതി പറയാണ് ഹാഇറൻ പരിഭ്രാന്തനായിക്കൊണ്ട് യാ സയ്യിദി അല്ലെ സർ, അനമുത്തഅക്കിദ് എനിക്ക് ഉറപ്പാണ്, അനമുത്തഅക്കിദ് എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ ഐ ആം ഷുവർ, അതാണ് അനമുത്തഅക്കിദ് എന്ന് പറഞ്ഞാൽ. ലം ഉസ്ഇജുഹു വലം യുലവ്വിത്ഹു അബദ, ലം യുസ്ഇജുഹു ഞാൻ അവനെ ഒരിക്കലും പ്രയാസപ്പെടുത്തിയിട്ടില്ല, അതോടൊപ്പം തന്നെ വലം യുലവ്വിത്ഹു അബദ ഞാൻ ഒരിക്കലും അവനെ മലിനമാക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് കേട്ടോ. വലം യുലവ്വിത്ഹു ഞാൻ അവനെ മലിനമാക്കിയിട്ടില്ല, അബദ ഒരിക്കലും എന്നാണ്. അൽ ഖാലി വീണ്ടും ജഡ്ജി ചോദിക്കുകയാണ് യാ മുദ്ദായി അല്ലയോ വാദി അല്ലേ, ഹല്ലദേക്ക് ഷാഹിദുൻ നിൻ്റെ അടുക്കൽ എന്തെങ്കിലും സാക്ഷികളുണ്ടോ എന്നാണ്. നിൻ്റെ അടുത്ത് ഈ പറയുന്ന വാദത്തിന് വല്ല സാക്ഷിയുമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അൽ മുദ്ദായി അപ്പോൾ വാദി പറയാണ് മുഷീറൻ ഇലസുംബോർ, മുഷീറൻ ചൂണ്ടിക്കൊണ്ട്, ഇലസുംബോർ ടാപ്പിന് നേരെ ചൂണ്ടിക്കൊണ്ട് എന്നാണ്. ടാപ്പ് പൈപ്പ് അല്ലെ, പൈപ്പിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറയാണ് നഅം യാ സയ്യിദി അതെ സർ, ഹുവ ഷാഹിദി അവനാകുന്നു എൻ്റെ സാക്ഷി എന്നാണ് കേട്ടോ. ഹുവ അവനാണ്, ഷാഹിദി എൻ്റെ സാക്ഷി എന്നാണ് പറയുന്നത്. അതുവരെയുള്ള ഭാഗം മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ വോയിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കണേ കേട്ടോ. അൽ ഖാലി അങ്ങനെ ജഡ്ജി പറയാണ് ഖുൽ മാ ഇൻദക യാ ഷാഹിദ്, ഇനി ആരോടാണ് പറയുന്നത്, ടാപ്പിനോടാണ് പറയുന്നത് കേട്ടോ. ഖുൽ നീ പറയേ, മാ ഇൻദക യാ ഷാഹിദ് നിൻ്റെ അടുക്കലുള്ള വിവരങ്ങൾ അഥവാ നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ പറയേ എന്നാണ് പറയുന്നത്. ഇത് കേട്ട സമയത്ത് യഹ്നുറു സുംബൂർ ഷാഹിദിൻ അവൽ, യഹ്നുറു സുംബൂർ ടാപ്പ് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് വരുന്നു അല്ലെ, ഷാഹിദിൻ അവൽ ഒന്നാമത്തെ സാക്ഷിയായിക്കൊണ്ട് ആര് വരുന്നു, ടാപ്പ് വരുന്നു എന്നാണ് കേട്ടോ. എന്നിട്ട് ഒന്നാമത്തെ സാക്ഷി പറയാണ് ഷാഹിദുൽ അവൽ ഒന്നാമത്തെ സാക്ഷി പറയാണ് ഹാദിർ യാ സയ്യിദി അല്ലേ, എന്താണ് നമസ്കാരം സർ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ ഹാദിർ യാ സയ്യിദി എന്ന് പറയും, പ്രസന്റ് സർ എന്നാണ് ശരിക്കും അല്ലേ. അന ഷാഹിദുൻ ഞാൻ സാക്ഷിയാണ്, ബി ഇസ്ആജിഹി വ തൽവീസിഹി
ഇസാജ് പ്രയാസപ്പെടുത്തുക എന്നാണ് കേട്ടോ. അവൻ്റെ ആ ഒരു പ്രയാസപ്പെടുത്തലിനും തെൽവീസിഹി അവൻ്റെ ആ ഒരു മാലിന്യപ്പെടുത്തുക അല്ലെ, തെൽവീസ് മലിനീകരിക്കുക, അതിനെല്ലാം തന്നെ ഞാൻ സാക്ഷിയാണ് എന്നാണ് പറയുന്നത്. വഹുവ അവൻ ലാ യസാലു ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ലാ യസാലു എന്ന് പറഞ്ഞാൽ. യുകരിറു കെററ യുകരിറു എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക എന്നാണ് കേട്ടോ. അവൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അമലഹു അലജവാം അവൻ്റെ ആ ഒരു പ്രവൃത്തി അലജവാം പതിവായിക്കൊണ്ട് എന്നാണ്. എപ്പോഴും അവൻ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അല്ലേ. എന്താണ് ചെയ്തിട്ടുള്ള കുറ്റം? ടാപ്പ് തുറന്നിട്ടിട്ട് എന്ത് ചെയ്യുക, വെള്ളം വെറുതെ പാഴാക്കി കളയുക, എന്നിട്ട് പാട്ട് കേട്ടിരിക്കുക അല്ലെ, വാട്സപ്പിൽ കളിച്ചിരിക്കുക. ഇതൊക്കെയാണ് എന്ത് നമ്മുടെ പ്രതിക്കെതിരിൽ ആരോപിച്ചിട്ടുള്ളതായ കുറ്റം. അപ്പം അതെല്ലാം തന്നെ ശരിയാണ് എന്നാണ് ആര് പറയുന്നത്? ഒന്നാം സാക്ഷിയായിട്ടുള്ള ടാപ്പ് അല്ലെ, ആ ഒരു പൈപ്പ് പറയുന്നത് എന്നാണ് കേട്ടോ. അങ്ങനെ ഇത് കേട്ട സമയത്ത് അൽമുത്തഹം പ്രതി പറയാണ് കലിക്കൻ അസ്വസ്ഥനായിക്കൊണ്ട് എന്നാണ്. കലക്കൻ അസ്വസ്ഥനായിക്കൊണ്ട് ഹാദാക്കെതിബൻ ഇത് കളവാണ് അല്ലെ, ഹാദാക്കെതിബൻ ഈ പറഞ്ഞത് എന്താണ്? കളവാണ്. അനബരി ഉൻ യാ സയ്യിദി ഞാൻ നിരപരാധിയാണ് എന്നാണ് കേട്ടോ. അന ബരി ഉൻ ഞാൻ നിരപരാധിയാണ്, യാ സയ്യിദി സർ ഞാൻ എന്താണ് നിരപരാധിയാണ്, ഈ പറയുന്നതെല്ലാം കളവാണ് എന്നാണ് പ്രതി പറയുന്നത്. അങ്ങനെ അൽ ഖാലി ജഡ്ജ് പറയാണ് ലിൽ മുദ്ദഇ വാദിയോട് പറയാണ് ഹല്ലദൈക ഷാഹിദുൻ ഒയറുഹു ഹല്ലദൈക നിൻ്റെ അടുക്കലുണ്ടോ ഷാഹിദുൻ ഒയറുഹു ഇതല്ലാത്ത വല്ല സാക്ഷിയുമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ യഹ്ദുറു ക്യാമറ അദ്ദഖാഉൽ ഇസ്തിനാഇ ഷാഹിദ് ഥാനി ആ സമയത്ത് അങ്ങോട്ട് ആര് വരുന്നു? AI ക്യാമറ വരുന്നല്ലേ, അതാണ് അദ്ദഖാഉൽ ഇസ്തിനാഇ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കേട്ടോ. ഷാഹിദ് ഥാനി രണ്ടാമത്തെ സാക്ഷിയായിക്കൊണ്ട് AI ക്യാമറ അങ്ങോട്ട് വരുന്നു എന്നാണ്. എന്നിട്ട് ഷാഹിദ് സ്ഥാനി രണ്ടാമത്തെ സാക്ഷി പറയാണ് വാസിഖൻ അതിനെ ഉറപ്പിച്ചുകൊണ്ട് പറയാണ് ഹാദർ യാ സയ്യിദി അൽ ഖാലി അല്ലേ, എന്താണ് പ്രിയപ്പെട്ട ജഡ്ജിന് എന്ത് ചെയ്യാണ്? നമസ്കാരം പറയാണ് അല്ലേ. അനഖും തുബി തസ്വീർ ഹാഹിയദി സുവറുൻ ലി അമാലിഹി അദ്ദോറ അനഖും തുബി തസ്വീർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നാണ്, എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹാഹിയദി സുവറുൻ ഇതാ എന്ത് സുവർ സൂറത്തിൻ്റെ ആണ് സുവർ എന്ന് പറയുന്നത് കേട്ടോ. ഇതാ ആ ചിത്രങ്ങൾ ആ ഫോട്ടോകൾ ഇതാ എന്നാണ് പറയുന്നത്. ലി അമാലിഹി അദ്ദോറ അവൻ്റെ ഉപദ്രവകരമായിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങളുടെ ഫോട്ടോസ് ഇതാ എന്നാണ് AI ക്യാമറ പറയുന്നത്. അതുവരെയുള്ള ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ടീച്ചർ വോയിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കണേ. വീണ്ടും ഖാലി പറയാണ് അജീബുൻ വല്ല അൻത സ്വഹീ അജീബുൻ അത്ഭുതം തന്നെ അല്ലേ, അത്ഭുതകരമായ കാര്യം തന്നെ. വല്ല അള്ളാഹുവാണേ സത്യം അല്ലേ, അൻത സ്വഹീ നീ പറയുന്നത് ശരിയാണോ എന്നാണ്. അൻത സ്വഹീ നീ പറയുന്നത് ശരിയാണോ. അഷാഹിദുസ്ഥാനി രണ്ടാമത്തെ സാക്ഷി പറയാണ് സഹ്യാ സയ്യിദി ശരിയാണ് സർ എന്നാണ് അല്ലേ, ഞാൻ പറയുന്നതെല്ലാം എന്താണ് ശരിയാണ് എന്നാണ് പറയുന്നത്. അന അഖൂമു ഞാൻ നിർവഹിക്കുന്നത് ബി മസ്ഊലിയറ്റി എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കാറുണ്ട്. ബി ഖദരി ദക്കാഇ എൻ്റെ ആ ഒരു ബുദ്ധിക്കനുസരിച്ച്, എൻ്റെ ആ ഒരു ഓർമ്മയ്ക്കനുസരിച്ച് അല്ലേ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? എൻ്റെ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഉസജ്ജിലു ഞാൻ രേഖപ്പെടുത്താറുണ്ട്, ഉസജ്ജിലു ഞാൻ രേഖപ്പെടുത്താറുണ്ട് അൽ അഹ്ദാസ സംഭവങ്ങളെ, അഹ്ദാസ് സംഭവങ്ങളാണ് കേട്ടോ. വ അഹ്ഫലുഹ ഞാൻ അതിനെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് കേട്ടോ. അഷാഹിദുൽ അവൽ ഇങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒന്നാമത്തെ സാക്ഷി പറയാണ്. ആരായിരുന്നു ഒന്നാമത്തെ സാക്ഷി? സുംബൂർ ആയിരുന്നു അല്ലേ, ടാപ്പായിരുന്നു. ടാപ്പ് പറയാണ് നാം അതെ അൽ ഇൻസാനു ഹുവ ദക്കിയുൻ മനുഷ്യൻ ആരാണ്? ഹുവ അവൻ ദക്കിയുൻ ബുദ്ധിയുള്ളവനാണ്. ലാക്കിൻ പക്ഷേ ഫി ബാലിൽ അഹ്യാൻ ചിലപ്പോഴൊക്കെ തന്നെ ലാ യഖൂമു അവൻ നിർവഹിക്കുന്നില്ല ബി മസ്ഊലിയത്തിഹി അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നാണ്. മനുഷ്യർ ബുദ്ധിയുള്ളവരൊക്കെ തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? പലപ്പോഴും അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നാണ് ഒന്നാമത്തെ സാക്ഷി പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത്
ഫജാതൻ പെട്ടെന്ന് യസ്കുതുൽ മുത്തഹമു ആ പ്രതി എന്ത് ചെയ്യുന്നു, യസ്കുതു അവൻ വീഴുന്നു, അലൽ അർലി താഴോട്ട് ഭൂമിയിലേക്ക് വീഴുന്നു എന്നാണ്. വയസ്വീഹു എന്നിട്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ അട്ടഹസിച്ചു കൊണ്ട് പറയുന്നു എന്നാണ് കേട്ടോ. ആ ഒരു ഭാഗമാണ് അവിടെ കാണിക്കുന്നത്. എന്താണ് പറയുന്നത്? അൽ മുത്തഹം പ്രതി പറയാണ് മുസ്തഈനൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട്, അൽമാ അൽമാ അല്ലേ വെള്ളം വെള്ളം എന്നിങ്ങനെ പറയാണ്. ഈ സംസാരം കേൾക്കുന്ന സമയത്ത് എന്താണ് പ്രതി താഴോട്ട് വീഴുന്നുണ്ട് അല്ലേ, ഇങ്ങനെ വീഴാണ്. അപ്പോൾ വീഴുന്ന സമയത്ത് എന്താണ് പറയുന്നത്? വെള്ളം 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 ആവശ്യപ്പെടുകയാണ് അല്ലേ. ഇനി താഴെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. തഖയ്യലു അമ്മ ഹദസ്ത ബഅദഹു വനുനാഖിഷ് എന്നാണ്. തഖയ്യലു നമുക്ക് എന്ത് ചെയ്യാം, ഭാവനയിൽ കൊണ്ടുവരാമെന്നാണ്. അതായത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുകയല്ലേ, നമ്മളിങ്ങനെ ഭാവനയിൽ കൊണ്ടുവരാം എന്തായിരിക്കും അവിടെ ശേഷം നടന്നിട്ടുണ്ടായിരിക്കുക എന്നും. വനുനാഖിഷു എന്നിട്ട് നമുക്കത് ചർച്ച ചെയ്യാമെന്നാണ്. എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരിക്കുക? അവരെല്ലാവരും ആ പ്രതിയുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാവില്ലേ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുമുണ്ടാവും, എന്താണ് വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നുണ്ടായിരിക്കുക. അദ്ദേഹം താഴെ വീണ സമയത്ത് എന്താണ് ചോദിക്കുന്നത്? വെള്ളം വെള്ളം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിനക്കിപ്പോൾ മനസ്സിലായിട്ടില്ലേ എന്നൊക്കെയായിരിക്കും അവർ ചോദിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് അറബിയിൽ പറയാൻ പറ്റും? വഹും യഖ്റബൂന മിനൽ മുത്തഹമി വയുഹാവിലൂന ലിവുഖൂഫിഹി അല്ലേ. അതായത് അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ്. വമഅ ദാലിക വഹും യസ്അലൂൻ അതോടൊപ്പം തന്നെ അവർ ചോദിക്കുന്നു, ഹൽ അറഫ്ത അൽ ആൻ അല്ലേ, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്താണ്, അൻ അഹ്മിയത്തിൽ മാ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലായില്ലേ, ഔ അൻ ഹിഫാദിൽ മാ അല്ലെങ്കിൽ വെള്ളം സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലായില്ലേ എന്നായിരിക്കും അവർ ചോദിക്കുന്നത് എന്നാണ് കേട്ടോ. അടുത്തതായിട്ട് സീനിൽ കാണാൻ പറ്റുന്ന രംഗാണ് അവിടെ പറയുന്നത് കേട്ടോ. യഖ്റബു മിൻഹു ഷുർത്തിയുൻ വതഈബു ഖത്റത്തുൽ മാഇ വസ്സുംബൂറു വക്യാമറ അദ്ദകാഇൽ ഇസ്തിനാഇ. അങ്ങനെ യഖ്റബു മിൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക്, ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് അടുക്കുന്നു, ഷുർത്തിയുൻ പോലീസുകാരൻ അടുക്കുന്നു, വതഈബു അങ്ങനെ അവിടെ നിന്നും പോകുന്നു അല്ലെ, അപ്രത്യക്ഷമാകുന്നു, ഖത്റത്തുൽ മാ ആ വെള്ളത്തുള്ളി അവിടെ നിന്നും പോകുന്നു എന്നാണ്. വസ്സുംബൂറു അതേപോലെ തന്നെ ടാപ്പും ക്യാമറ അദ്ദകാഇൽ ആ ഒരു ക്യാമറയും എല്ലാം എന്ത് ചെയ്യാണ്, ആ രംഗത്തിൽ നിന്നും പോവുകയാണ് കേട്ടോ. യഊദു സുംബൂറു ആ ടാപ്പ് മടങ്ങുന്നത് സിഫ്റൽ യജൈനി. സിഫ്റൽ യജൈനി എന്ന് പറഞ്ഞാൽ എന്താ, വെറും കൈയോടെ എന്നാണ് കേട്ടോ, കയ്യിലൊന്നുമില്ലാതെ. വയഊദു ക്യാമറ അതോടൊപ്പം തന്നെ ക്യാമറയും മടങ്ങുന്നു. വയഖൂമു ആ സമയത്ത് പ്രതിയായിട്ടുള്ള മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു, സ്വാമിതൻ നിശബ്ദനായിക്കൊണ്ട്, ഹാഇറൻ പരിഭ്രാന്തനായിക്കൊണ്ടും, ദൂന ഹറാക്കിൻ ഒരു ചലനവും കൂടാതെ എന്നാണ്. ലായ അരിഫു അവൻ അറിയുകയില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല, മാതായ ഹുദുസു എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന്. അങ്ങനെ അൽമുദ്ദായി ആ സമയത്ത് അതാണ് അവിടെ നമുക്ക് ആ ഒരു വേദിയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ സമയത്ത് വാദി പറയാണ് മാ അഖവാതിഹ തൻ്റെ സഹോദരിമാരോടായിക്കൊണ്ട് അല്ലെ, അവിടെയുള്ള സഹോദരിമാരോടായിക്കൊണ്ട് പറയാണ്, യാ തുറ അല്ലയോ അത്ഭുതമേ, അൽമാ ഇതാ എന്ത് വെള്ളം, തഫല്ലൽ ഇതാ ഹത്ത ഇദബദമക് നിങ്ങളുടെ ദാഹം തീരുന്നത് വരെ ഇതാ എന്നാണ് പറയുന്നത്. നഹ്നു സായിദുക്കും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു, ഫീ കുല്ലി ലഹ്ലത്തിൻ എല്ലാ നിമിഷത്തിലും ഓരോ നിമിഷത്തിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു എന്നാണ്. ഇനി ഈ നാടകത്തിലെ അവസാനത്തെ സീനാണ് കേട്ടോ, അവസാനത്തെ രംഗമാണ് കാണിക്കുന്നത്. എതിരിബുൽ ഖാലി അലച്ചോവില വയോലിനുൽ കലാ. എതിരിബുൽ ഖാലി ജഡ്ജ് എന്ത് ചെയ്യുന്നു, അടിക്കുന്നു അല്ലെ, അല്ല ചോവിലെച്ചി ആ ഒരു ടേബിളിൽ അവരുടെ മുമ്പിലുള്ള ഒരു ടേബിളിൽ അടിക്കുന്നു. വയോലിനു അൽ കലാ എന്നിട്ട് വിധി പ്രഖ്യാപിക്കുന്നു എന്നാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ജഡ്ജിമാർ വിധി പറയുന്നതിന് മുമ്പായിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള ഒരു ചുറ്റിക പോലത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അവർ ഒന്നിങ്ങനെ അടിക്കും അല്ലേ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. കാല് എന്ത് ചെയ്യുന്നു, വിധി പറയുന്നതിന് വേണ്ടിയിട്ട് ആ ടേബിളിൽ ഒന്ന് അടിക്കുന്നു എന്നാണ്.
അൽ ഖാലി ജഡ്ജ് പറയാണ് തറാ ഹാദിഹിൽ മഹ്കമ ഈ കോടതി കാണുന്നു അന്നൽ മുദ്ദഇയ തീർച്ചയായിട്ടും വാദി സ്വാദിഖുൻ സത്യം പറയുന്നവനാകുന്നു എന്നും വൽ മുത്തഹമ പ്രതിയാവട്ടെ മുദ്നിബുൻ കുറ്റവാളിയാണ് എന്നും ഈ കോടതി കാണുന്നു. വതഹ്കുമു അതിനാൽ തെഹ്കുമു അൽ മഹ്കമ ഈ കോടതി വിധിക്കുന്നു അലൽ മുത്തഹമി കുറ്റവാളിയുടെ മേൽ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടവൻ്റെ മേൽ അൻയുനല്ലിഫ അവൻ വൃത്തിയാക്കുവാൻ അൽ ബിഅറൽ ആമ പൊതുകിണർ. ബിഅറൽ ആമ എന്ന് പറഞ്ഞാൽ പൊതുകിണറാണ് കേട്ടോ. ഫിൽ മദീനത്തി പട്ടണത്തിലെ പൊതുകിണർ അവൻ വൃത്തിയാക്കുവാനും അൻ യകൂന ഹാരിസഹ അതോടൊപ്പം തന്നെ അവൻ അതിൻ്റെ കാവൽക്കാരനായി നിൽക്കുവാനും. ഹാരിസ് എന്ന് പറഞ്ഞാൽ വാച്ച്മാൻ അല്ലേ. ഹത്താ മമാതിഹി അവൻ്റെ മരണം വരെ അവൻ എന്ത് ചെയ്യണം ആ കിണറിൻ്റെ കാവൽക്കാരനായിട്ട് നിൽക്കുവാനും ഈ കോടതി വിധിക്കുന്നു എന്നാണ് ജഡ്ജി പ്രഖ്യാപിക്കുന്ന ശിക്ഷ കേട്ടോ. മനസ്സിലായല്ലോ എന്ത് ശിക്ഷയാണ് വിധിക്കുന്നത്? ആ പട്ടണത്തിലെ പൊതുകിണർ വൃത്തിയാക്കിയല്ലേ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ കിണറിൻ്റെ കാവൽക്കാരനായിട്ട് അദ്ദേഹം നിൽക്കുകയും വേണം എന്നുള്ളൊരു ശിക്ഷയാണ് ആ ജഡ്ജ് അദ്ദേഹത്തിന് നൽകുന്നത്. താഴെ കണ്ടല്ലോ അസിതാർ അതോട് കൂടിയിട്ട് കർട്ടൻ താഴുന്നു എന്നാണ് കേട്ടോ. ഇതോടുകൂടി ഈ നാടകം ഇവിടെ അവസാനിക്കുകയാണ്. എന്താണ് നമുക്ക് ഈ നാടകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അൻ അഹ്മിയത്തിൽ മാ ആണല്ലേ, വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളൊരു നാടകമായിരുന്നു. ഔ അൻ ഹിഫാദിൽ മാ അല്ലെങ്കിൽ വെള്ളം സൂക്ഷിക്കുന്നതിനെ കുറിച്ച് അല്ലേ. വെള്ളം ഒരിക്കലും നമ്മൾ പാഴാക്കി കളയുവാൻ പാടില്ല എന്നുള്ള നല്ലൊരു ഒരു ഗുണപാഠം നൽകുന്നൊരു നാടകമായിരുന്നു അത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആക്ടിവിറ്റികളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇന്നെടുത്ത ഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.